സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സ്പെഷ്യൽ വീഡിയോയാണ്. 2 ഭാഗമുണ്ട്. ആദ്യത്തെ കപ്പലായ ഷെൻഹുവ 15 മുതൽ അവസാനം വന്നുപോയ നേവിയസ് ടെമ്പോ എന്ന കണ്ടെയ്നർ ഷിപ്പ് വരെ ഒരു തിരിഞ്ഞുനോട്ടം. അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. അതുപോലെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം. 2013 ഡിസംബർ 4 വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിർമ്മിക്കുന്നതിൻ്റെ ആദ്യപടിയായി ടെൻഡർ ക്ഷണിച്ചു. ആ ടെൻഡറിൽ വിജയിച്ചത് അദാനി പോർട്സാണ്. 2015 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അദാനി ഗ്രൂപ്പുമായി തുറമുഖം നിർമ്മിക്കുന്നതിനും 40 വർഷത്തേക്ക് അതിൻ്റെ നടത്തിപ്പിനും ഉള്ള കരാർ ഒപ്പിട്ടു. 2015 ഡിസംബർ 5 തുറമുഖത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. 2018 സെപ്റ്റംബർ 1 അതായത് 1000 ദിവസം കൊണ്ട് തുറമുഖത്തിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാകും എന്നായിരുന്നു അദാനി പോർട്സിൻ്റെ വാഗ്ദാനം. എന്നാൽ 2017 തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ച ഓഖി കൊടുങ്കാറ്റ് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ തുറമുഖത്തിനും വൻ നാശം വിതച്ചു. അതിൽ പണി പൂർത്തിയായ പുലിമുട്ടിൻ്റെ കുറച്ച് ഭാഗം തകർന്നു വീണു. അടുത്തതായി തുറമുഖ നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള അസംസ്കൃത വസ്തുവായ പാറക്കല്ലിൻ്റെ ലഭ്യതയിലുണ്ടായ കുറവ് പിന്നെയും തുറമുഖ നിർമ്മാണത്തെ തടസ്സപ്പെടുത്തി. ആ തടസ്സം നീക്കി പണി പുനരാരംഭിച്ചു. അതിനുശേഷം 2020 കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു. അത് വമ്പൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. അതും തരണം ചെയ്ത് പണി മുന്നോട്ട് പോകുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളുടെയും മറ്റു പരിസരവാസികളുടെയും സമരം വന്നത്. പോർട്ടിൻ്റെ പണി ആരംഭിച്ചതിനു ശേഷം മത്സ്യലഭ്യത കുറഞ്ഞു എന്നും അത് അവരുടെ ജീവിതത്തെ ബാധിച്ചതു കാരണം അടിയന്തിരമായി പണി നിർത്തിവെക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. പിന്നീട് സമരം കനക്കുകയും അക്രമാസക്തമാവുകയും ഒക്കെ ചെയ്തു. സമരക്കാരുമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ സമരം പിൻവലിക്കപ്പെട്ടു. പണികൾ പുനരാരംഭിച്ചു. ഈ പ്രതിസന്ധികൾക്കൊടുവിൽ രാജ്യത്തിൻ്റെ ചിരകാല സ്വപ്നം പൂവണിയിച്ചുകൊണ്ട് 2023 ഒക്ടോബർ 15 ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തി. ഷെൻഹുവ 15 ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിനും 2 യാർഡ് ക്രെയിനുകളുമായി ചൈനയിൽ നിന്നും വന്നു. ഷെൻഹുവ 15 വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. 2024 ജൂലൈ 11 വിഴിഞ്ഞത്തിറക്കാനുള്ള കണ്ടെയ്നറുകളുമായി ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് സാൻ ഫെർണാണ്ടോ കൊളംബോയിൽ നിന്നും തുറമുഖത്തെത്തി. വാട്ടർ സല്യൂട്ട് നൽകി സാൻ ഫെർണാണ്ടോയെയും സ്വീകരിച്ചു. ഈ 2 കപ്പലുകളും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. ഷെൻഹുവ 15 തുറമുഖത്തെത്തുന്ന ആദ്യ കപ്പലാണെങ്കിൽ സാൻ ഫെർണാണ്ടോ തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പാണ്. അപ്പോൾ ബാക്കി കപ്പലുകളെയും പ്രധാന സംഭവങ്ങളെയും പറ്റിയുമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അദാനിയുമായി കരാർ ഒപ്പിട്ട ടെൻഡർ നടപടിക്ക് മുൻപുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ക്രിസ്തുവിന് മുൻപ് ആയി രാജവംശത്തിൻ്റെ കാലത്ത് വിഴിഞ്ഞത്ത് നിന്നും കടൽ വഴിയുള്ള വ്യാപാരം നടന്നിരുന്നതിൻ്റെ രേഖകളുണ്ട്. പഴയകാല തമിഴ് ലിറ്ററേച്ചറായ സംഘം കൃതികളിൽ ഇവിടെ ഒരു കോട്ട ഉണ്ടായിരുന്നതായി പറയുന്നു. പിന്നീട് ഈ ഭാഗമെല്ലാം തിരുവിതാംകൂറിൻ്റെ കീഴിൽ വന്ന ശേഷം ധർമ്മരാജ എന്ന പേരിൽ പ്രശസ്തനായ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് ദിവാനായിരുന്ന രാജ കേശവദാസാണ് ഇവിടെ ഒരു ചെറിയ തുറമുഖം പണികഴിപ്പിച്ചത്. പിന്നീട് 1940 അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞത്ത് ഒരു ആധുനിക തുറമുഖം സ്ഥാപിക്കാൻ മുന്നോട്ട് വന്നത്. അതിനായി അദ്ദേഹം സർവേ നടത്തിപ്പിന് വേണ്ടി ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറെയും കൊണ്ടുവന്നു.
1947 ഇന്ത്യ സ്വതന്ത്രമായ ശേഷം രാജഭരണം ജനാധിപത്യത്തിന് വഴിമാറി. തിരുക്കൊച്ചി ലയനമുണ്ടായി. അപ്പോൾ കൊച്ചിയിൽ നിലവിൽ ഒരു തുറമുഖം ഉള്ളതിനാൽ അതിന് വെല്ലുവിളിയായി മറ്റൊരെണ്ണം വേണ്ട എന്ന തീരുമാനവും വന്നു. അതോടെ CP രാമസ്വാമി അയ്യരുടെ കാലത്ത് സർവേ നടത്തിയതിനോടനുബന്ധിച്ച് തുടങ്ങിയ ഓഫീസും പൂട്ടി. ഈ തീരുമാനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാകേണ്ടിയിരുന്ന ഒരു പദ്ധതി ഇല്ലാതാവുകയായിരുന്നു. പിന്നീട് 1991 കുമാർ ഗ്രൂപ്പും സംസ്ഥാന സർക്കാരും ചേർന്ന കൺസോർഷ്യം ടെൻഡർ നേടിയെങ്കിലും കുമാർ ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് കിട്ടിയില്ല. പിന്നീട് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന ആന്ധ്രാപ്രദേശിലെ കമ്പനി ടെൻഡർ നേടി. ലാൻഗോയ്ക്ക് ചൈനീസ് കമ്പനിയുമായി ബന്ധമുണ്ട് എന്ന് ആരോപിച്ച് സൂം ഡെവലപ്പേഴ്സ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഇങ്ങനെ സുദീർഘമായ ടെൻഡർ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2013 അന്നത്തെ കേരള സർക്കാർ പുതിയ ടെൻഡർ വിളിച്ചു. ആ ടെൻഡർ പ്രകാരമാണ് അദാനി തുറമുഖ നിർമ്മാണം ഏറ്റെടുത്തത്. അദാനിയുടെ പേരിലും ഒരുപാട് ആരോപണങ്ങളും മറ്റും വന്നുവെങ്കിലും അദാനി പോർട്സ് അവയെല്ലാം മറികടന്ന് തുറമുഖ നിർമ്മാണവുമായി മുന്നോട്ട് പോയി. അദാനി പോർട്സ് ആണ് ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ട് ഓപ്പറേറ്റർ. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തായി പോർട്ടുകൾ പ്രവർത്തിപ്പിച്ചു വരുന്നു. ഇസ്രായേലിലെ ഹൈഫ പോർട്ട് ഉൾപ്പെടെ അദാനി പോർട്ടിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനി നമുക്ക് ചരിത്രത്തിൽ നിന്നും തിരികെ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കപ്പലുകളുടെയും കാര്യത്തിലേക്ക് വരാം. 2015 ഡിസംബർ 5 തുറമുഖ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്താൻ ഏകദേശം 8 വർഷത്തോളം എടുത്തു. ഒക്ടോബർ 15 ഒരു STS ക്രെയിനും 2 യാർഡ് ക്രെയിനുകളുമായി ഷെൻഹുവ 15 ആദ്യമായി തുറമുഖത്തെത്തി. വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന ആദ്യത്തെ കപ്പലും ഷെൻഹുവ 15 ആണ്. അങ്ങനെ ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി മാറി. ഒക്ടോബർ 15 തുറമുഖത്ത് എത്തിയെങ്കിലും ഒക്ടോബർ 24 ക്രെയിനുകൾ അൺലോഡ് ചെയ്യാൻ തുടങ്ങുന്നത്. വേലിയേറ്റ വേലിയിറക്ക സമയം, അതുപോലെ തിരമാലകൾക്കിടയിലുള്ള സമയം എന്നിവയൊക്കെ അനുകൂലമായി വന്നാൽ മാത്രമേ ക്രെയിനുകൾ ബെർത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ. ആദ്യം വന്ന ഷെൻഹുവ 15, രണ്ടാമത്തെ ഷെൻഹുവ 29, പിന്നെ അവസാനം വന്ന ഷെൻഹുവ 34 എന്നീ കപ്പലുകളുടെ വീഡിയോകൾ കറപ്റ്റഡ് ആയിപ്പോയി. അതുകാരണം ഈ കപ്പലുകളുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഫോട്ടോകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ഈ ക്രെയിനുകൾ നിർമ്മിക്കുന്ന ചൈനീസ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ZPMC എന്ന കമ്പനിയുടേതാണ്. ഷെൻഹുവ സീരീസിലെ കപ്പലുകളുടെ ഡിസൈൻ ഒരു പ്രത്യേക രീതിയിലാണ്. മധ്യഭാഗം താഴ്ന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ നിരപ്പാണ്. ഈ പ്ലാറ്റ്ഫോമിലാണ് ക്രെയിനുകളും മറ്റ് ഹെവി ലോഡുകളും കയറ്റുന്നത്. പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമുകൾ തുറമുഖത്തിന്റെ ബെർത്തിന്റെ ലെവലിലേക്ക് താഴ്ത്തി കൊടുക്കേണ്ടി വരും. ഒക്ടോബർ 15 വിഴിഞ്ഞത്തെത്തിയ ആദ്യത്തെ കപ്പലായ ഷെൻഹുവ 15 വാട്ടർ സല്യൂട്ട് നൽകി പോർട്ടിന്റെ ബെർത്തിലേക്ക് അടുപ്പിച്ചു. തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പലായതിനാലും അന്ന് തുറമുഖത്തിന് കസ്റ്റംസ്, സെക്യൂരിറ്റി എന്നിങ്ങനെ പല ക്ലിയറൻസുകളും ലഭിച്ചിട്ടില്ലാത്തതിനാലും ക്രെയിനുകൾ അൺലോഡ് ചെയ്യുന്നതിന് അനുമതി ലഭിക്കാൻ വൈകി. ഒക്ടോബർ 24 ആദ്യത്തെ ക്രെയിനുകൾ ഇറക്കാൻ സാധിച്ചത്. 9 ദിവസമെടുത്തു ക്ലിയറൻസ് ലഭിക്കാൻ. ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിനും 2 യാർഡ് ക്രെയിനുകളുമായിരുന്നു ഷെൻഹുവ 15 ഉണ്ടായിരുന്നത്.
233.5 മീറ്റർ നീളവും 42 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് ഷെൻഹുവ 15. ഷെൻഹുവ 29 രണ്ടാമത്തെ കപ്പൽ 2023 നവംബർ 13 തുറമുഖത്തെത്തി. 3 STS ക്രെയിനുകളും 6 യാർഡ് ക്രെയിനുകളുമായാണ് ഷെൻഹുവ 29 വന്നത്. നവംബർ 16 ഈ ക്രെയിനുകൾ അൺലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഷെൻഹുവ 15 കുറച്ചുകൂടി വലിയ കപ്പലാണ് ഷെൻഹുവ 29. 245 മീറ്റർ നീളവും 42 മീറ്റർ വീതിയുമുണ്ട് ഷെൻഹുവ 29. ഷെൻഹുവ 24 2023 നവംബർ 27 വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന മൂന്നാമത്തെ കപ്പൽ. 6 യാർഡ് ക്രെയിനുകളാണ് ഷെൻഹുവ 24 ഉണ്ടായിരുന്നത്. 244 മീറ്റർ നീളവും 40 മീറ്റർ വീതിയുമുള്ള കപ്പലാണ് ഷെൻഹുവ 24. ഷെൻഹുവ 15 തുറമുഖത്ത് വരുന്ന നാലാമത്തെ കപ്പൽ. വിഴിഞ്ഞം തുറമുഖത്ത് വന്ന ആദ്യത്തെ കപ്പലും ഇതുതന്നെയായിരുന്നു. രണ്ടാമത്തെ വരവാണ്. 2023 ഡിസംബർ 30 ഈ രണ്ടാമത്തെ വരവ്. 2 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 3 യാർഡ് ക്രെയിനുകളുമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഈ കപ്പലിനെ കാണാൻ നല്ല രസമുണ്ട്. കപ്പൽ പുലിമുട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അഞ്ചാമത്തെ കപ്പൽ ഷെൻഹുവ 16 6 യാർഡ് ക്രെയിനുകളുമായാണ് വരവ്. 2024 ഏപ്രിൽ 9 തുറമുഖത്തെത്തിയത്. 241 മീറ്റർ നീളവും 42 മീറ്റർ വീതിയുമുണ്ട് ഷെൻഹുവ 16. നമ്മുടെ പതാക. ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടറിൽ പ്രവേശിക്കുമ്പോൾ ആ രാജ്യത്തെ പതാക ഉയർത്താനും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും കപ്പൽ ബാധ്യസ്ഥരാണ്. ഈ നിയമങ്ങളൊക്കെ ഞാൻ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാൻ ചാനൽ സന്ദർശിക്കുക. കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള ഷെൻഹുവ 16 ദൃശ്യങ്ങളാണ്. വിഴിഞ്ഞം ജുമാ മസ്ജിദ്. ഷെൻഹുവ 35 വിഴിഞ്ഞം തുറമുഖത്ത് സ്ഥാപിക്കുന്നതിനുള്ള ക്രെയിനുകളുമായി വരുന്ന ആറാമത്തെ കപ്പൽ. 2024 ഏപ്രിൽ 22 തുറമുഖത്തെത്തിയത്. മൂറിംഗ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ടഗുകൾ കപ്പലിനെ തള്ളി ബെർത്തിനോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. നാല് യാർഡ് ക്രെയിനുകളും 2 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമായാണ് വരവ്. കപ്പലിൽ നിന്നും ഈ പുറന്തള്ളുന്ന വെള്ളം ബലാസ്റ്റ് വാട്ടറും ബിൽജ് വാട്ടറും. അവയെപ്പറ്റി അറിയാൻ മുൻപ് ഞാൻ ചെയ്ത വീഡിയോകൾ കാണുക. അതിനായി ചാനൽ സന്ദർശിക്കുക. ഉയരം കൂടിയ ക്രെയിനുകളാണ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ. ഉയരം കുറഞ്ഞവ യാർഡ് ക്രെയിനുകളും. ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ. യാർഡിലെ യാർഡ് ക്രെയിനുകൾ.
ഷിൻഹുവ 34 വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന 7ാമത്തെ കപ്പൽ. ഫസ്റ്റ് ഫേസിലേക്ക് ആവശ്യമുള്ള ക്രെയിനുകളുമായി വരുന്ന ഷിൻഹുവ സീരീസിലെ അവസാനത്തെ കപ്പൽ. ഇതുവരെ ഈ കപ്പലുകൾ 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 23 യാർഡ് ക്രെയിനുകളും തുറമുഖത്തെത്തിച്ചു. 2 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 2 യാർഡ് ക്രെയിനുകളുമാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫേസിൽ 24 യാർഡ് ക്രെയിനുകളും 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ് സ്ഥാപിക്കുന്നത്. യാർഡ് ക്രെയിനുകളിൽ ശേഷിക്കുന്ന ഒരെണ്ണം ശ്രീലങ്കയിൽ നിന്നാണ് പിന്നീട് എത്തിച്ചത്. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഫസ്റ്റ് ഫേസിൽ സ്ഥാപിക്കുന്ന ക്രെയിനുകളുടെ എണ്ണം പൂർത്തിയായി. ട്രയൽ റൺ നടക്കുകയാണ്. യാർഡ് ക്രെയിനുകൾക്ക് 41 ടൺ ശേഷിയാണ് ഉള്ളത്. അതേസമയം ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾക്ക് അവയുടെ ബീമിന് 75 ടൺ ശേഷിയും അവയുടെ സ്പ്രെഡറിന് 65 ടൺ ശേഷിയുമാണ് ഉള്ളത്. സ്പ്രെഡർ എന്ന് പറഞ്ഞാൽ ക്രെയിനിൻ്റെ ഉരുക്കുവടത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കണ്ടെയ്നറുകളെ ലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രഭാഗമാണ്. അതായത് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്ന യാർഡ് ക്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന മഞ്ഞ നിറത്തിലുള്ള യന്ത്രം. ക്രെയിനുകൾ കൊണ്ട് യാർഡ് നിറഞ്ഞു. 2024 ജൂലൈ 10 നമ്മുടെ രാജ്യം കാത്തിരുന്ന ആ ദിവസം വരവായി. ഇന്ന് തൊട്ട് പോർട്ടിൻ്റെ ട്രയൽ റൺ ആരംഭിക്കും. തുറമുഖത്തേക്ക് കണ്ടെയ്നറുകളുമായി വരുന്ന ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോയെ സ്വീകരിക്കാൻ പോകുന്ന ടഗ്. കരയിൽ ഉത്സവമേളമാണ്. അതിൻ്റെ ആഘോഷമാണ് ഈ കാണുന്നതും കേൾക്കുന്നതും. ആഴിമല ക്ഷേത്രത്തിലെ പ്രശസ്തമായ മഹാദേവ ശില്പം. സാൻ ഫെർണാണ്ടോ കപ്പൽ ചാലിലേക്ക് നീങ്ങുന്നു. ഷിൻഹുവ 15 സാൻ ഫെർണാണ്ടോയും ചരിത്രത്തിൻ്റെ ഭാഗമാകുകയാണ്. ഷിൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ കപ്പലാണെങ്കിൽ സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തെ കണ്ടെയ്നറുകളുമായി എത്തുന്ന ആദ്യത്തെ കപ്പലാണ്. ഇനിയും ചരിത്രത്തിൻ്റെ ഭാഗങ്ങൾ പലതും സൃഷ്ടിക്കാനുണ്ട്. ഇവിടെ ഇറങ്ങുന്ന ആദ്യത്തെ കണ്ടെയ്നർ, ആദ്യത്തെ ഫീഡർ ഷിപ്പ് എന്നിങ്ങനെ പലതും. സാൻ ഫെർണാണ്ടോ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുകയാണ്. കപ്പൽ തിരിയുകയാണ്.
ഓഷ്യൻ പ്രസ്റ്റീജ് എന്ന ടഗ് വാട്ടർ സല്യൂട്ടിന് തയ്യാറെടുക്കുന്നു. ഓഷ്യൻ പ്രസ്റ്റീജ് വെള്ളം ചീറ്റിക്കൊണ്ട് സാൻ ഫെർണാണ്ടോയുടെ അടുത്തേക്ക് പോകുന്നു. ഓഷ്യൻ പ്രസ്റ്റീജ് സാൻ ഫെർണാണ്ടോയുടെ മുൻഭാഗത്തെത്തി വാട്ടർ സല്യൂട്ട് കൊടുക്കുകയാണ്. ഒരു പുതിയ വിഭാഗം കപ്പലോ വിമാനമോ തുറമുഖത്തോ അല്ലെങ്കിൽ എയർപോർട്ടിലോ എത്തുമ്പോൾ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് വാട്ടർ സല്യൂട്ട്. തുറമുഖത്ത് ടഗുകളാണെങ്കിൽ എയർപോർട്ടിൽ ഫയർ എഞ്ചിനുകളാണ് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചരിത്രത്തെ പറ്റിയുള്ള വീഡിയോയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാം ഭാഗം ഉടനെ വരും, മറക്കാതെ കാണുക.